കേരള PSC ഇന്നലെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ അഗ്രികൾച്ചർ ഓഫീസർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷവും അഭിമാനം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇന്നലെ. റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ 10 റാങ്കുകളിൽ 7 റാങ്കുകളും NS അക്കാഡമിയുടെ സ്റ്റുഡൻസ് നേടുകയുണ്ടായി. ഒപ്പം റാങ്ക് ലിസ്റ്റിൽ 581 ഉദ്യോഗാർത്ഥികളെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 150 മുകളിൽ ഉദ്യോഗാർത്ഥികൾ NS അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എത്രയും വേഗം ഡിഗ്രീസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. NS അക്കാഡമിയുടെ പേരിലും നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി വന്ന നമ്മുടെ ഫാക്കൽറ്റീസിനോടും മെൻറ്ററായിരുന്ന വിദ്യാഭ്യാസത്തിനോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കിടക്കുവാണെങ്കിൽ ആദ്യ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്ന അമയ് വിലാസ് ആണ്. അമയ് വിലാസ് താമസിക്കാൻ തന്നെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ വന്നിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി എന്നൊക്കെ ഉള്ളത് കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുന്നത് റാഷിദയാണ്. തേർഡ് റാങ്ക് നേടിയിരിക്കുന്നത് കീർത്തന. സിക്സ്ത് റാങ്ക് നേടിയിരിക്കുന്ന ശ്രീനന്ദ്. 7th റാങ്ക് നേടിയിരിക്കുന്ന ഫസ്ന. 8th റാങ്ക് നേടിയിരിക്കുന്ന അബ്ദുൽ. 9th റാങ്ക് നേടിയിരിക്കുന്ന അഞ്ജലി MP. ഇനിയും നമ്മൾ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ 50 റാങ്കുകളിൽ 30ഓളം റാങ്കുകൾ NS അക്കാഡമിയുടെ സ്റ്റുഡൻസ് നേടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിലെ 581 ഉദ്യോഗാർത്ഥികളിൽ 150 മുകളിൽ ഉദ്യോഗാർത്ഥികൾ NS അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. എല്ലാ സ്റ്റുഡൻസും ഇതിനോടകം നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവെക്കുകയും ഒത്തിരി നല്ല ടെസ്റ്റിമണീസ് നമുക്ക് അയച്ചു തന്നു. നമ്മുടെ വിദ്യാമിസിനെയും ബിൻസിന മിസിനെയും അജയ് സാറിനെയും തസ്നി മിസിനെയൊക്കെ പറ്റി അവർ കൊടുത്ത സപ്പോർട്ടിനെയൊക്കെ പറ്റി ത്രൂ ഔട്ട് കുറേ അധികം മെസ്സേജസ് നമ്മുടെ ഇൻബോക്സുകളിൽ ഇന്നലെ ഫ്ലഡ് ചെയ്യുകയുണ്ടായി. വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷം. കാരണം ഇതുപോലുള്ള ഒരു ഗ്ലാമർ പോസ്റ്റിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കോച്ചിങ് തുടങ്ങുകയും വളരെ സ്ട്രക്ചേർഡായിട്ട് ഈ കോഴ്സ് നമുക്ക് നല്ല രീതിയിൽ ജെയ്സൺ സാറിൻ്റെ അണ്ടറിലുള്ള അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോഴ്സിനെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയും കോഴ്സ് കഴിഞ്ഞ ആ ദിവസം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക്സ് നമ്മുടെ സ്റ്റുഡൻസ് പറയുകയുണ്ടായി. അപ്പോൾ ഇതുപോലുള്ളൊരു വിജയം തന്നെയായിരുന്നു ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത്. ആ വിജയം ഇന്നലെ യാഥാർത്ഥ്യമായെന്ന് വേണം പറയാൻ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ വിജയികൾക്കും NS അക്കാഡമിയുടെ പേരിൽ നന്ദിയും ആശംസയൊക്കെ അറിയിക്കുകയാണ്. എത്രയും വേഗം നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഒപ്പം ഈ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുമായിട്ട് ഞാൻ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് അവർ പേഴ്സണലി വിളിച്ച് അവരുടെ കുറേ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. ആദ്യ PSC എക്സാമിൽ വലിയ റാങ്കുകൾ കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ ഒരു കരിയർ ഗ്യാപ്പിന് ശേഷം വന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ട് പഠിച്ച് ആദ്യ റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളുണ്ട്. ജോലിയോടൊപ്പം ടോപ്പ് റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പം വ്യത്യസ്ത സ്റ്റോറീസാണ്. പിന്നെ ഒരാൾ നമ്മൾ 19th റാങ്ക് കിട്ടിയ ആൾ നമ്മളോട് പറഞ്ഞൊരു കാര്യം, സെമസ്റ്ററിൽ പോലും ആൾക്ക് ഇത്ര രീതിയിൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല. കൺസെപ്റ്റ്സ് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. നമ്മുടെ അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ള ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഒക്കെ അദ്ദേഹം കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം റാങ്കിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നൊരു എക്സാമാണ് AO. അതിൽ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. വളരെ ഒരു താങ്ക്ഫുള്ളായിട്ടുള്ള കുറേ മെസ്സേജുകൾ നമുക്ക് നമ്മുടെ അക്കാഡമിക് ഗ്രൂപ്പിലേക്ക് അദ്ദേഹം ഫോർവേഡ് ചെയ്യുന്നുണ്ടായി. അപ്പം സന്തോഷം, ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. കാരണം കുറേ പേരുടെ ട്രാക്ക് മാറ്റി വിടുന്നു, പ്രിപ്പറേഷൻ്റെ ട്രാക്ക് മാറ്റി വിടുന്നു. അത് വഴി അവർക്ക് ഉയർന്ന പോസ്റ്റുകളിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ഇപ്പോഴും നമുക്കറിയാം സോയിൽ കൺസർവേഷൻ്റെ ഇപ്പം നോട്ടിഫിക്കേഷൻ ലൈവാണ് അല്ലേ. അപ്പം ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ മിസ്സായ ആൾക്കാർ കാണും. കാരണം അവർ പഠിച്ചിട്ട് നല്ല രീതിയിൽ എഫോർട്ട് ഇട്ടിട്ട് അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചവരാകാം, ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പഠിച്ചവരാകാം, അല്ലെ PSCയുടെ പാറ്റേൺ അറിയാതെ കുറേ എഫോർട്ട് ഇട്ടവരാകും. അപ്പോൾ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഇനിയും റീസെൻ്റായിട്ട് പാസ് ഔട്ട് ആയ ഉദ്യോഗാർത്ഥികൾ വേണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 AO എക്സാംസിലൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ വീണ്ടും ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലുള്ള ഉയർന്ന റാങ്കുകൾ നിങ്ങൾക്കും നേടാൻ സാധിക്കും. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അറിയാൻ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.